മുനമ്പം ഭൂമി വിഷയത്തിൽ എറണാകുളത്ത് മുസ്ലിം സംഘടനകൾ യോഗം ചേരും. മുനമ്പം ഭൂമി വഖഫ് ബോർഡ് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിലാണ് യോഗം. എറണാകുളം കലൂരിൽ വൈകിട്ട് 5-നാണ് ഈ യോഗം ചേരുക. വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, മുൻപ് അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം മുനമ്പം വിഷയം എന്നുള്ളത് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പിന്നീട് ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതാണ് അതിന് തടസ്സമാകുക എന്നുള്ള വിശദീകരണം അദ്ദേഹം നടത്തിയതും കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു യോഗം ലീഗ് വിളിക്കുന്നതല്ലേ? മുസ്ലിം സംഘടനകളുടെ യോഗം ഇന്ന് ചേരുകയാണ്. അത് ഈ വിവാദങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ്. അതായത് ഇതൊരു സ്വാഭാവിക നടപടി എന്നുള്ളതാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വരുന്ന മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ. അത്തരത്തിൽ അഭിപ്രായമുള്ള ആളുകളാണ് ഇവർ. ഇതിൽ ഈ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. അതായത് വഖഫ് ബോർഡ് സ്വീകരിച്ച നടപടിക്ക് ഘടകവിരുദ്ധമായി ഒരു വിഭാഗം നിൽക്കുന്നുണ്ട്. അവരാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അതിനപ്പുറത്ത് ഈ തീരുമാനത്തെ അനുകൂലിക്കുന്ന ആളുകളാണ് ഈ വിഷയത്തിൽ ഇന്ന് യോഗം ചേരുന്നത്. MES കോളേജിൽ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. UDF സർക്കാർ അധികാരത്തിൽ 10 മിനിറ്റ് കൊണ്ട് അപ്പുറം ഇരുത്തി ഈ പ്രശ്നം പരിഹരിക്കാമെന്നൊക്കെ VD സതീശൻ തന്നെ പലതവണ മുനമ്പത്ത് ചെന്ന് പോലും പറഞ്ഞതാണ്. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ 10, 15, 20 ദിവസമൊക്കെ ആയി ഇപ്പോഴും ആ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. മുനമ്പത്തുകാർ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയൊക്കെ ചെയ്തതാണ്. അവർ വലിയ പ്രതീക്ഷയിലാണ് പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന്. പക്ഷേ ഇപ്പോഴും ഒരു പ്രോപ്പർ സൊല്യൂഷനിലേക്ക് കാര്യം എത്തിയിട്ടില്ല. മുസ്ലിം സംഘടനകളാകട്ടെ അത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ആളുകളുടെ മീറ്റിംഗ് ആണ് ഇന്നിപ്പോൾ വൈകിട്ട് ചേരുന്നത്. അവർ ആ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരിക്കും. കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ബോർഡിനെ തള്ളിപ്പറയരുത് എന്ന ഒരു നിർദ്ദേശം കൂടി സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അസിത. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഹാഷ്മി, ലീഗല്ല മുസ്ലിം സംഘടനകളാണ് യോഗം ചേരുന്നത്. അതിൽ എന്താണെന്ന് പറഞ്ഞാലും അതെന്ത് ഭൂമിയാന്ന് പറഞ്ഞാലും അവിടെ കുറേയധികം മനുഷ്യന്മാർ കാലാകാലം ജീവിക്കുന്ന മണ്ണാണ്. നമ്മളവിടെ പോയതാണ്, ആ സമരത്തിൽ പങ്കെടുത്തതാണ്. അപ്പോൾ കിടപ്പാടം നഷ്ടപ്പെടുന്നതിന് വേദനയാണ് ആത്യന്തികമായി. പ്രാണവേദനയ്ക്ക് അപ്പുറം അടുത്ത വേദന കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ വേദനയാണ്. ആ വേദനയ്ക്കൊപ്പം നിൽക്കലാണ് സാമാന്യ മനുഷ്യർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് അടിയന്തരമായി പരിഹരിക്കുക എന്നുള്ളതാണ്. അതിന് ഏത് ഭൂമിയാണെന്ന് പറഞ്ഞാലും അടിയന്തരമായി പരിഹരിക്കുക എന്നത് മാത്രമാണ് അതിനുള്ള. എന്ന് പറഞ്ഞാൽ അടിയന്തര പരിഹാരം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള പൂർണ്ണമായ അവകാശം കൊടുക്കുക, അവർക്കതിനുള്ള കരമടയ്ക്കാനുള്ള കൊടുക്കുക, പൂർണ്ണമായ കൈവശാവകാശം ആ ഭൂമിക്ക് അവർ കൊടുക്കുക. അതിനപ്പുറം അതിൽ സൊല്യൂഷൻ ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.